ആരവം കേട്ടിടാറായി, കർത്തരിൻ കാഹളം ധ്വനിച്ചിടാറായി. ദൂതരിൻ ആരവം കേട്ടിടാറായി, കർത്തരിൻ കാഹളം ധ്വനിച്ചിടാറായി. നിന്നതിൽ നിത്യമാം വാസമൊരുക്കി വന്നിടും രക്ഷകൻ മേഘവാഹനേ. നിന്നതിൽ നിത്യമാം വാസമൊരുക്കി വന്നിടും രക്ഷകൻ മേഘവാഹനേ. നമ്മെ വീണ്ടതാ യേശുനായകൻ വീണ്ടും വന്നിടാൻ കാലമായല്ലോ. നമ്മെ വീണ്ടതാ യേശുനായകൻ വീണ്ടും വന്നിടാൻ കാലമായല്ലോ. അക്കരെ നാട്ടിലൻ വാസമേകിടാൻ അൻപിടും നായകൻ വന്നിടാറായി. ദൈവമായ കർത്താവേ, നിൻ്റെ സന്നിധിയെ സമീപിക്കുന്ന ഞങ്ങളോട് കരുണ കാണിക്കണമേ. അവിടുത്തെ വചനം ധ്യാനിക്കുമ്പോൾ തിരുശബ്ദം കേൾപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. വചനക്കേൾവിയിലൂടെ നിൻ്റെ ജീവനിലേക്ക്, സമൃദ്ധിയായ ജീവനിലേക്ക് പ്രവേശിച്ച് കർത്താവിൻ്റെ ശാശ്വത പ്രകാശത്തിൽ ചരിപ്പാനിടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. അറിയുന്നു ഞാൻ അപരാധിയാണെങ്കിലും അകലാതെ നിൻ പാദം അണയുന്നിതാ. അർപ്പിക്കുവാനില്ല പൊന്നും ധനങ്ങളും, അറിഞ്ഞു കൈക്കൊള്ളുകൻ നീറും മണം. അറിയുന്നു ഞാൻ അപരാധിയാണെങ്കിലും അകലാതെ നിൻ പാദം അണയുന്നിതാ. അർപ്പിക്കുവാനില്ല പൊന്നും ധനങ്ങളും, അറിഞ്ഞു കൈക്കൊള്ളുകൻ നീറും മനം. 121 കൺവെൻഷനിൽ ദിനംതോറും ധ്യാനിക്കുന്ന 121 സങ്കീർത്തനം കുറച്ചുകൂടെ ധ്യാനനിരതരായി ഈ വർഷം ധ്യാനിക്കുന്നത് വളരെയധികം നല്ലതാണ്. മണിക്കൂറുകളനുസരിച്ചാണ് നമുക്ക് കാവൽ നിൽക്കുവാൻ ഒരാളെ ഏർപ്പെടുത്തിയാൽ അവരുടെ വേതനം നിശ്ചയിക്കപ്പെടുക. ഈ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നുമില്ല. ഗോഡ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് ഇൻസോംനിയാക്. നിദ്രാവിഹീനമായ രാത്രികൾ, ഒരു പ്രതിഫലവും നാം കൊടുക്കുന്നുമില്ല. എണ്ണിയാൽ ഒടുങ്ങാത്ത ഉപകാരങ്ങൾ, സൗഖ്യങ്ങൾ, സഹായങ്ങൾ, വിടുതലുകൾ ദൈവകരങ്ങളിൽ നിന്ന് പ്രാപിച്ചിട്ടും നമ്മളേതെന്തൊക്കെയാണോ എന്നുള്ള കരുതലിൽ അതുമൂലം ദൈവം ചെയ്തു തരുന്ന ചില കാര്യങ്ങളെന്ന് ചിന്തിക്കുകയും ഉപകാരങ്ങളെ സ്മരിക്കാതെ നന്ദിയില്ലാത്തവരായി ജീവിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും നന്നായി നന്ദി പറയുന്നത്, കടപ്പാടുള്ളൊരു ഹൃദയത്തിൻ്റെ ഉടമയായി സംസാരിക്കുന്നത് ദാവീദ് രാജാവാണ്. ദൈവമേ, നീ എന്നോടും എൻ്റെ കുടുംബത്തോടും ചെയ്ത ഈ വലിയ ഉപകാരം, കൃപകൾ, ദാനങ്ങൾ, അത് പ്രാപിപ്പാൻ ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളൂ എന്ന് ഒരു രാജാവ് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയുകയാണ്. ചെയ്തതൊന്നും പോരാ, അത്തരത്തിലാണ് നമ്മുടെ സമീപനം, നമ്മുടെ ഭാവങ്ങളെല്ലാം. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തന്നാലും
ദൈവം തമ്പുരാൻ ചെയ്തത് പോരാ എന്ന് ചിന്തിച്ച് അതൃപ്തി പ്രകടിപ്പിച്ച് സന്തോഷമില്ലാത്തവരായി അസംതൃപ്തരായി കഴിയുന്ന നമ്മുടെ കാര്യത്തിൽ നിശ്ചയമായും വ്യത്യാസമുണ്ടാകുകയാണ്. രണ്ട് കാര്യങ്ങൾ വലിയ മെത്രാപ്പൊലീത്ത പറഞ്ഞു ചൊവ്വാഴ്ചത്തെ പ്രസംഗത്തിൽ. നാം ഇവിടെ വരുമ്പോൾ ദൈവഹിതം ആരായണം, ദൈവഹിതം അറിഞ്ഞാൽ അനുസരിക്കണം. ഇത് രണ്ടും നമ്മുടെ ഒരു ലക്ഷ്യം പോലുമല്ല. ഉദാത്തമായ ലക്ഷ്യങ്ങൾക്കെല്ലാം മങ്ങലേറ്റിരിക്കുന്നു. ദൈവഹിതം അറിയണമെന്നുള്ള അഭിവാഞ്ചയില്ല, അറിഞ്ഞാൽ അനുസരിക്കുകയുമില്ല. ഇങ്ങനെയാണ് ഒരാളതിനെ വിശേഷിപ്പിച്ചത്. ഇറ്റ് ഈസ് പോസിബിൾ, ഫേറ്റലി പോസിബിൾ ടു വർഷിപ്പ് ജീസസ് ആൻഡ് നോട്ട് ടു ഒബേ ഹിം. ഇതൊരു സാധ്യതയാണ്, അപകടകരമായ സാധ്യതയാണ്. ദൈവത്തെ ആരാധിക്കും, കഴഞ്ച് അനുസരിക്കുകയില്ല. നാം എത്തിപ്പെട്ടിരിക്കുന്ന വിപത്ത് അതിൻ്റെ പ്രധാന കാരണവും അത് തന്നെ. ദൈവത്തെ പേടിയുണ്ടെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ദൈവഹിതമാരായാനും അറിയാനും അനുസരിക്കുവാനും നമ്മെ തന്നെ അർപ്പിക്കുന്ന ദിനങ്ങളായി 121 കൺവെൻഷനിലെ സെഷൻസ് തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് മുൻപേ എത്രയോ അധികം ആളുകൾ കടന്നുപോയിരിക്കുന്നു ജീവിതപാതയിൽ. ചിലർ നിശബ്ദരായി പോകുന്നവരാണ്, ചിലർ ശബ്ദകോലാഹലത്തോട് നീങ്ങുന്നവരാണ്, ചിലർ ഏകാന്തബധികരാണ്, ചിലർ കൂട്ടത്തോടെ പോകുന്നവരാണ്. എല്ലാവരുടെയും കാൽപ്പാടുകൾ നമുക്ക് ഈ മണലിൽ പതിഞ്ഞതായിട്ട് കാണുന്നില്ല, കണ്ടാലും ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരുടെയും ശബ്ദം നമ്മുടെ കർണപുടങ്ങളിൽ വന്ന് വീഴുന്നില്ല. ചിലരുടെയൊക്കെ കാൽപ്പാടുകൾ, ചിലരുടെയൊക്കെ ശബ്ദം നമ്മുടെ കർണപുടങ്ങളിൽ വീണ് പ്രതിധ്വനിക്കുന്നു. അവരെല്ലാം അധ്വാനിച്ചത്, ക്ലേശിച്ചത്, ത്യാഗം സഹിച്ചത്, ചിലരെല്ലാം ജീവനെ തന്നെ അർപ്പിച്ചത്, തങ്ങളോടൊത്ത് മുൻപോട്ട് പോകുന്ന സഹചാരികളായ ആളുകളുടെ നന്മയ്ക്ക് വേണ്ടിയും വരും തലമുറയ്ക്ക് വേണ്ടിയാണ്. ഈ കാലത്ത് ജീവിക്കുന്ന നമുക്ക് നാം പോകുന്ന ജീവിതപാതയിൽ ചെറിയ മൺചിരാതുകളെങ്കിലും കത്തിച്ച് അയക്കണം. നമ്മോട് കൂടെ നടക്കുന്നവർക്കായും നമ്മുടെ പിന്നാലെ വരുന്ന തലമുറയ്ക്കായും അത്തരത്തിൽ തൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ വെളിച്ചത്തിന്, കരുതലിന്, സ്നേഹത്തിന് സാക്ഷ്യം വഹിച്ച അഭിവന്യ ഡോക്ടർ സഖറിയാസ് മാർ തിയോഫിലോസ് അഫ്രഗൻ മെത്രാപ്പൊലീത്ത നമ്മെ വിട്ട് കർത്തസന്നിധിയെ പ്രാപിച്ചു കഴിഞ്ഞു. ആ ജീവിതത്തിനായും ജീവിത സാക്ഷ്യത്തിനായും അവശേഷിപ്പിച്ചിരിക്കുന്ന നല്ല സ്മരണകൾക്കായും നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും ആ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ധ്യാന വിഷയം 2 വിശ്വാസികളും ഒരു പുതപ്പും. 1 രാജാക്കന്മാർ 19 അധ്യായം 16 വാക്യം. സാഫാത്തിൻ്റെ മകനായ എലിശയെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യണം. എലിശയോട്, ഏലിയാവിനോട് കൊടുക്കുന്ന ദൈവകൽപ്പനയാണ്, നീ പോയി എലിശയെ നിൻ്റെ സ്ഥാനത്ത് പ്രവാചകനായി അഭിഷേകം ചെയ്യണം. ഇവിടെ നമുക്ക് ഇസ്രായേലിൻ്റെ 2 പ്രവാചകന്മാർ, യഹോവയോടുള്ള തീക്ഷ്ണതയിൽ, വിശ്വാസത്തിൽ തിളങ്ങി നിൽക്കുന്നതായ 2 കഥാപാത്രങ്ങൾ. 2 വിശ്വാസികളും ഒരു പുതപ്പുമെന്ന് കോളേജ് കുട്ടികൾ കേട്ടാൽ പറയും, എടാ അടിയുടെ ഒരു മണമുണ്ട് കേട്ടോ. കാരണം ഇഷ്ടം പോലെ പുതപ്പുണ്ടെങ്കിൽ തന്നെ അടിപിടിയാണ്. ഇവിടെ ആകെ 2 വിശ്വാസികളുണ്ട്, ഒരു പുതപ്പേ ഉള്ളൂ. എന്നാൽ ഇതിൽ നമ്മൾ വായിക്കുന്നത് അത്തരത്തിലുള്ള അടിയുടെ മണവുമില്ല, അടിപിടിയുമില്ല. ഒരാളുടെ അനുഗ്രഹം തൻ്റെ അനുഗാമിയുടെ അനുഗ്രഹമായി ഭവിക്കുന്ന സുന്ദരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.
ഈ രണ്ട് ആളുകൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സൺഡേ സ്കൂൾ മുതൽ ഈ രണ്ട് പ്രവാചകന്മാരെക്കുറിച്ച്, അവരുടെ അനുഗ്രഹീത സ്വഭാവ ശ്രേഷ്ഠതയെക്കുറിച്ച്, പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച്, അവരുടെ ജീവിതത്തിൽ അവർ കണ്ടതായ അത്ഭുതങ്ങൾ, ദ പ്രൊവിഡൻഷ്യൽ കെയർ ഓഫ് ഗോഡ്, എത്രമാത്രം ദൈവം ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ച് എല്ലാം ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ടറിയാം. നമ്മുടെ ജീവിതത്തിൽ എന്ത് കിട്ടിയാലും തികയാത്തതായ ഒരനുഭവം, അപര്യാപ്തത എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം കീറുകീറുപ്പാണ്. അത് വസ്തു വീതം വെച്ചാലും, നമ്മുടെ വീട്ടിൽ വിവാഹം നടന്നു കഴിയുമ്പോൾ പല കുട്ടികളെ വിവാഹം ചെയ്തയക്കാനുണ്ടെങ്കിൽ അവർ തമ്മിലും പ്രയാസം വരാം. തനിക്ക് കൂടുതൽ കിട്ടുന്നു, ഒരാൾക്ക് കിട്ടുന്നില്ല. രണ്ട് വിശ്വാസികൾ ഒരു പുതപ്പ്. ഒരു രാജാവ് നിശ്ചയിച്ചു തൻ്റെ മകൻ രാജകുമാരനെ ഗുരുകുലത്തിൽ അയക്കുക. കാട്ടിൽ കാൽനടയായി പോയി രാജകുമാരൻ. ഗുരുകുലത്തിലെത്തിയപ്പോൾ ചെരുപ്പില്ലാതെ നടന്ന ആ രാജകുമാരൻ്റെ കാലുകൾ ആകെ കൂടെ പ്രയാസമായി. കല്ലുണ്ട്, മുള്ളുണ്ട്, പറക്കാരെല്ലാം ഉണ്ട്. ഏതായാലും തിരികെ വന്ന രാജാവിനോട് ഈ കാര്യം പറഞ്ഞു. പ്രയാസമാണ് യാത്ര. അപ്പോൾ രാജാവ് കൽപ്പന അയച്ചു, രാജധാനി മുതൽ ഗുരുകുലം വരെയുള്ള കാട്ടിലെ റോഡിൽ പരവതാനി വിരിക്കുക. ഇത് കേട്ട ഗുരുകുലത്തിലെ ഗുരു പ്രതിവചിച്ചു. ഈ രാജാവിൻ്റെ മൂഢത ഭയങ്കരമാണ്. ഈ പരവതാനിക്ക് പകരം ഒരു കൂട്ടുചെരുപ്പ് രാജകുമാരന് നൽകിയിരുന്നെങ്കിൽ ഈ അമിതവ്യയം, വെറും ചെലവ് ഒഴിവാക്കാമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കിട്ടിയാലും പോരാ പോരാ എന്ന്. തെക്കേ ഇന്ത്യയിൽ തന്നെ ഒരു സ്ത്രീ 2000 സാരി എന്ന് പറഞ്ഞ കാലം ഓർക്കുന്നു. ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ഒരു സ്ത്രീ 200 ജോഡി ചെരുപ്പുകൾ. ചെരുപ്പിൻ്റെ ഭ്രാന്ത്, സാരിയുടെ ഭ്രാന്ത്, ഓരോ തരത്തിൽ ഓരോ ഭ്രാന്താണ് ഓരോരുത്തർക്കും. നമുക്ക് ഇതിൽ ഈ ശിഷ്യന്മാർ സ്വഭാവ ശ്രേഷ്ഠതയിൽ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ആളുകളാണ്. ദൈവ മനുഷ്യൻ എന്നവരെക്കുറിച്ച് പറയുന്നു. നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് നാണക്കേടാണ്. ഓ ദൗ മാൻ ഓഫ് ഗോഡ്, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളൂ. ആ ഒരു സംജ്ഞയിൽ നിന്ന് അകലുന്നു എന്ന് വരുമ്പോൾ നമ്മൾ കൺവെൻഷനിൽ പോയി ഏതൊക്കെ കേൾക്കും, ആകെപ്പാടെ ഒരു ഉണർവുണ്ടാകും, ദൈവത്തെ മറക്കുകയും ചെയ്യും. 122-ാം കൺവെൻഷന് വേണ്ടി ഇപ്പോഴേ പ്രാർത്ഥനയും തുടങ്ങും. ഇതൊരു റൊട്ടീനായി, നമ്മുടെ ഒരു രീതിയായി, ചടങ്ങായി മാറുമ്പോൾ കാര്യമായി നമ്മുടെ ഹൃദയത്തെയോ ആളത്വത്തെയോ സ്പർശിക്കാതെ ഈ കൺവെൻഷനുകൾ പോകുന്നു. ഇതിൽ നിന്ന് മാറ്റം എങ്ങനെയാണ് വേണ്ടത്, ഏത് തരത്തിലാണ് സാമൂഹിക തിന്മകളോട് പൊരുതുന്നത്? ഡോക്ടർ ഡി ബാബു പോൾ സുന്ദരമായി അത് പറഞ്ഞു. സാമൂഹ്യ തിന്മ എന്നും പറഞ്ഞ് ഏതോ ഒരു മലയാണ്, എങ്ങാണ്ടിരിക്കുന്ന ഒരു പർവ്വതമാണെന്ന് തോന്നുന്നു. ഇതിൽ ഉൾപ്പെട്ട ഒരു കണ്ണിയാണ് ഞാൻ. ഈ തിന്മയെല്ലാം ഞാൻ മൂലം കൂടെയാണ് ഇത്ര ശക്തമായ ഒരു ശക്തിയായി ഇത് മാറിയിരിക്കുന്നത്. ഇവിടെ അഭിഷേകം ചെയ്യാൻ ഏലിയാവ് വരുമ്പോൾ വയലിൽ നിന്നതായിട്ടുള്ള കാളയെ പൂട്ടിക്കൊണ്ട് വയലിൽ നിൽക്കുന്ന എലിശയെയാണ് കാണുന്നത്. ജീവിതത്തിൽ കാർഷിക മേഖലയിൽ ആ വയലിലേക്ക് നോക്കിയാൽ ഇന്ന് ആരെയും കാണുന്നില്ല. പച്ചപ്പെന്ന് പറഞ്ഞ ഒരു പങ്ക്തി ടി വിയിലുണ്ടെങ്കിൽ അതിൽ സന്തോഷമായ കാഴ്ചകൾ കാണാം. 10 സെൻറ്റിനകത്തു നിന്ന് 2000 പേർക്ക് വെജിറ്റബിൾ ഉണ്ടാക്കി സദ്യ വിളമ്പുന്നതായ വാർത്ത ഇന്ന് രാവിലെ കണ്ടു. നമുക്ക് വയലിൽ നിൽക്കുന്നത് മോശമാണ്, നമുക്കാകെ എല്ലാം മോശം. പക്ഷേ
കർത്താവിൽ നിന്ന് അകന്ന അന്ധകാരത്തിൽ പാപത്തിൻ്റെ പിടിയിൽ ജീവിക്കുന്നതിന് യാതൊരു നാണവുമില്ല. നാണിക്കേണ്ടതിൽ അഭിമാനവും അഭിമാനിക്കേണ്ടതിൽ ലജ്ജയുമായിട്ട് കഴിയുന്ന ഒരു സമൂഹമാണ്. നമുക്കിങ്ങനെ പൊത്തുവരുത്തത്തിൽ പോയാൽ ഗതികേടിലായിക്കഴിഞ്ഞു. ഡൽഹി മുതൽ കാസർഗോഡ് വരെ ഇളകുന്നതിന് അധികം സമയം വേണ്ട. ദൈവത്തെ കൂടാതെ ആർക്ക് ഒരു നഗരം പണിയാൻ പറ്റും? ദൈവത്തെ കൂടാതെ ആർക്ക് അവനവൻ്റെ വീട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ സാധിക്കും? ഏലിയാവും എലിശയും യഹോവയോടുള്ള ഭക്തി തീക്ഷ്ണതയിൽ ജ്വലിക്കുന്നതായ രണ്ട് കഥാപാത്രങ്ങൾ. ഒരു കഥാപാത്രത്തിൻ്റെ സ്മാരകത്തിനായിട്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത ഉപകാരത്തിനുള്ള കൃതജ്ഞതയായിട്ടാണ് കോട്ടയത്തെ ഏലിയ കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നത്. പരിമല തിരുമേനി യെരുശലേമിൽ പോയപ്പോൾ കപ്പൽ ഇളകുകയും ആടുകയും ചെയ്തപ്പോൾ അപകടങ്ങളുടെ മധ്യസ്ഥനായ ഏലിയാവെ വിളിച്ച് രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓർമ്മയ്ക്കുള്ള ഉപകാരസ്മരണയാണ് ആ കത്തീഡ്രൽ. നമ്മുടെ അന്ത്യോക്യൻ തക്സായിൽ കുർബാന പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ആഹ്വാനത്തിൽ നാം ഉപയോഗിക്കുന്ന വാക്കുകൾ ഏലിയായുടേതാണ്. കർത്താവേ, എന്നോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ചെയ്യണം. നമ്മൾ ആഴ്ചതോറുമെങ്കിലും ഓർക്കുന്ന ഈ കാര്യങ്ങൾ. യഹൂദിനെ സംബന്ധിച്ച് പെസഹായിൽ ആ വിരുന്നിൽ ഒരു കസേരയിട്ടേക്കും ഏലിയാവ്. നമ്മുടെ ജീവിതത്തിൽ തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതമെന്ന് പറയുമ്പോൾ അത് മുൻ തലമുറക്കാർ എങ്ങനെ സാധിച്ച് നമ്മെ ഏൽപ്പിച്ചതാണെന്നുള്ളൊരു ചിന്ത നമ്മുടെ ജീവിതത്തിലില്ല. ഈ തലമുറയിൽ ഇത് കരിന്തിരിയരികയാണോ, അതോ അടുത്ത തലമുറയ്ക്ക് ഈ വാചകം ഉദ്ധരിക്കാൻ സാധിക്കുമോ? പ്രാർത്ഥന: ദൈവമേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കും. ഈ വിശ്വാസത്തിൻ്റെ പിന്തുടർച്ച ഉറപ്പാക്കുകയാണ് ദൈവം തമ്പുരാൻ തൻ്റെ കൽപ്പനയിലൂടെ ഏലിയാവിനോട് ചെയ്തത്. നീ ഹോരേബ് പർവ്വതത്തിൻ്റെ ഗുഹാമുഖത്ത് നിൽക്കേണ്ടവനല്ല. കുറച്ച് മുമ്പേ, മണിക്കൂറുകൾ മുമ്പേ നീ ചൂരച്ചെടി ചുവട്ടിൽ കിടന്നവനാണ്. നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്. ദൂരയാത്ര ചെയ്യാനുണ്ട്. ദൂരയാത്ര ചെയ്യാനുണ്ട്. ജീവിതയാത്രക്കാരാ, ജീവിതയാത്രക്കാരാ. ബഹുദൂരം യാത്ര ചെയ്യേണ്ടവൻ നിരാശയിലെ അടിത്തട്ടാണ് ജീവനെ എടുക്കുക. എനിക്ക് മതി ജീവിതം, എന്നെ എങ്ങനെയെങ്കിലും നീ വിളിച്ചാൽ വലിയ കാര്യം, അല്ലേ ഞാൻ ജീവന് അപായം വരുത്തും. ആ മനുഷ്യനോട് ഈ ഗുഹയിൽ പാർത്ത് ഒരു ദിനം കൊടുങ്കാറ്റിലും വലിയ ശബ്ദത്തിലും തീയിലുമല്ല, ഒരു മൃദുസ്വരത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു: ഏലിയാവേ, നിനക്ക് ഇവിടെ എന്ത് കാര്യം? ആ ചോദ്യം ഓരോരുത്തർക്കും ചോദിച്ചാൽ നമ്മൾ ഇരിക്കുന്ന സ്ഥാനങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി. ചിലരുടെ സൈക്കിൾ വെട്ടി ഷാപ്പിലേക്ക് അങ്ങ് പോവുക. അവർ കയറുന്നെന്നല്ല പറയുന്നത്, അവിടെ വരുമ്പോൾ സൈക്കിൾ അങ്ങോട്ടങ്ങ് വെട്ടിപ്പോവുക. ഏലിയാവേ, നിനക്ക് ഇവിടെ എന്ത് കാര്യം? നിൻ്റെ ജീവിതത്തിൽ ഇനിയും എത്രയോ കാര്യങ്ങൾ സാധിക്കേണ്ടിയിരിക്കും. ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ജനത്തെ ഉറപ്പിക്കുന്നതിന് നിൻ്റെ സ്ഥാനത്ത് പകരം എലീശാവിനെ അഭിഷേകം ചെയ്യേണ്ടിയിരിക്കും. നമ്മുടെ ഓരോരോ ചെറിയ ജോലികളും കടമകളുമായിരിക്കാം. അതെല്ലാം വിശ്വസ്തമായി ഇന്ത്യക്കാർ ചെയ്താൽ ഇന്ത്യയുടെ വളർച്ച അഭൂതപൂർവമായിരിക്കും. ഈ ലോകക്കാർ എത്തി നോക്കും ഇതെന്ത് സംഭവിച്ചു എന്ന്. 8 മണിക്കൂറുണ്ടെങ്കിൽ എത്ര മണിക്കൂർ പണി ചെയ്യുന്നു? അതൊന്നും ദൈവത്തിൻ്റെ വേലയല്ലെന്ന് തെറ്റിദ്ധരിച്ച് പന്തൽ കീഴിലിരിക്കാം, പള്ളിയിൽ പോകാം, കൂട്ടായ്മയിൽ പങ്കെടുക്കാം. ഏൽപ്പിക്കുന്ന ജോലി ചെയ്യാതെ ഇരുന്നാൽ ദൈവം തമ്പുരാൻ പറയും, നിനക്ക് ഇവിടെ എന്ത് കാര്യം? ഒന്നാമതായി
എലീശയെക്കുറിച്ച് പറയാനുള്ളത്. ജീവിതത്തിൽ പിന്നാലെ പോകുന്ന ഒരു മേൽത്തോട്ടക്കാരനാണ് എലീശ. ആ വയലിൻ്റെ ഉടമയാണ്. എന്നാൽ ഉഴവുകാർ നിരനിരയായി ഉഴുമ്പോൾ തൻ്റെ ഊഴം 12ാമതാണ്. ആ ആളിൻ്റെ മേലാണ് ഏലിയാവിൻ്റെ പുതപ്പ് വീഴുന്നത്. കർത്താവ് ജഡം ധരിച്ച് ലോകത്തിൽ വന്നപ്പോൾ, നീ യജമാനനാകുവാൻ ആഗ്രഹിച്ചാൽ നീ ദാസനായി തീരണമെന്ന് പറഞ്ഞത് ഈ സമയത്ത് അനുസ്മരിക്കുന്നത് നല്ലതാണ്. വയലിൻ്റെ ഉടമസ്ഥൻ ഉഴുതുമറിക്കലിൻ്റെ 12ാം ഊഴത്തിൽ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് ലജ്ജയാണ്. നമുക്ക് എല്ലായിടത്തും മുൻപന്തിയിലാവണം. ഇത് സെൽഫിയുടെ കാലം. ആരെ കിട്ടും പുറകിൽ നിൽക്കുവാൻ? നമ്മുടെ ജീവിതത്തിൽ ഈ കടിപിടിയിൽ നമുക്ക് നേടേണ്ട കാര്യങ്ങൾ നേടാതെ പോകും. യേശുക്രിസ്തു ആഗ്രഹിക്കുന്ന ഔന്നത്യത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിയാതെ പോകും. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ദൈവം നമ്പുരാൻ നമ്മെ ചിതറിക്കുന്ന തരത്തിലുള്ള അഹന്തയാണ്. പുത്തൻ കിട്ടുന്ന രാജ്യത്തെ പ്രശ്നം തുടങ്ങിയെന്നറിയാമോ? ഗൾഫ് രാജ്യങ്ങളിൽ. ഒരിക്കലും ഇത് കണ്ടതാണ്. ഇതാ ഒരു വയലിൻ്റെ ഉടമ തൻ്റെ വയലിൽ ഉഴുന്നവരുടെ കൂട്ടത്തിൽ 12ാമത് നിന്ന് പിറകിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കുന്നു. എല്ലാം എൻ്റെ കൈപ്പാട്, എൻ്റെ കാൽപാദത്തിൻ്റെ പാടിനുള്ളിൽ എല്ലാം നടക്കണമെന്നുള്ള ശാഠ്യം എലീശ പ്രവാചകനില്ല. ആ പ്രവാചകനെയാണ് ശുശ്രൂഷയ്ക്കായി ദൈവം തമ്പുരാൻ ഏലിയാവ് മൂലം തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ പലർക്കും വഴി മുടക്കുന്നവരാണ്. ആ 11 പേർക്കും മുൻപോട്ട് പോകാൻ സാധിക്കാതെ, ഉഴാൻ സാധിക്കാതെ പിന്തിരിഞ്ഞു പോകാം. അദ്ദേഹം പിൻപിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. വഴി മുടക്കാതെ വഴിയൊരുക്കിയ ആളുകൾ ഈ ലോകത്തിൽ ഉണ്ടായിരുന്നു. വലിയവനായ കർത്താവ് ഈ ലോകത്തിലേക്ക് വരുമ്പോൾ അരോഗഘാത്രനായ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ പർവ്വതം വരെ കുലുങ്ങും. ആ മനുഷ്യൻ പറയുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, എന്നേക്കാൾ ബലവാനായ എൻ്റെ പിന്നാലെ വരുന്നു. അവൻ്റെ ചെരുപ്പിൻ്റെ വാറുകൾ അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും മാമോദിസ നോക്കും. എന്നേക്കാൾ വലിയവൻ ആരുമില്ല എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന നമുക്ക് ദൈവം തമ്പുരാൻ പോലും ചെറുതായി തോന്നുമ്പോൾ ഔന്നത്യത്തിൻ്റെ ബാലപാഠങ്ങൾ പോലും നമ്മൾ ഗ്രഹിച്ചില്ല എന്നർത്ഥം. അതോറിറ്റി ക്യാൻ അഫോർഡ് ടു വെയിറ്റ്. യഥാർത്ഥത്തിൽ മഹത്വമുള്ളവൻ ഒരു ക്യൂവിൽ വെയിറ്റ് ചെയ്യാൻ മടിക്കില്ല. കാര്യം അതിന് മുമ്പേ വന്നവർ മുമ്പേ നിൽക്കുന്ന അത്ര മാത്രം. ഗ്രേറ്റ്നെസ് ക്യാൻ അഫോർഡ് ടു ബി ഇഗ്നോർഡ്. നമ്മുടെ ജീവിതത്തിൽ ഈ ഇടവകയിൽ ഒരു വഴക്ക് റിപ്പോർട്ട് വന്നപ്പോൾ എൻ്റെ പേരും വീട്ടുപേരും ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ അത് തെറ്റിച്ചടിച്ചിരിക്കുന്നു. അത് 1 വർഷം പറഞ്ഞുകൊണ്ടിരിക്കും. ഗ്രേറ്റ്നെസ് ക്യാൻ അഫോർഡ് ടു ബി ഇഗ്നോർഡ്. യഥാർത്ഥ മഹത്വമുള്ളവർ ആ കാര്യങ്ങളൊക്കെ വളരെ ലഘുവായി കാണും. പേരച്ചടിച്ചു വന്നില്ല, അവരത് തിരുത്തുമായിരിക്കാം. നമുക്ക് ഈ കാര്യങ്ങളിൽ വളരെയധികം വളരേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഗുണപരമായ മാറ്റങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന പിതാവായ ദൈവം 121 കൺവെൻഷൻ കഴിഞ്ഞിട്ടും യാതൊരു വ്യത്യാസവുമില്ലാതെ ഇരിക്കുകയാണോ എന്ന് ദുഃഖിക്കുകയാണ്. ബേത്ലഹേം പുൽക്കൂട്ടിൽ യേശു കർത്താവ് ഏറ്റവും വലിയവൻ ജനിച്ചപ്പോൾ ഇപ്പോഴത്തെ എൻവയൺമെൻറ്റ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവരെ പറയുന്നത് പെർഫോമേഴ്സ് എന്ന് പറയാം, ഇവൻറ്റ് മാനേജ്മെൻറ്റുകാരെന്ന് പറയാം. കാലിക്കൂട്ടിൽ ഒരു ശിശു ജനിക്കുമ്പോൾ നമുക്കറിയില്ലേ, ഈ ലോകത്തിൽ അതിലും വലിയൊരു സംരംഭം, ഒരു പ്രോജക്റ്റ് ആരും ഉദ്ഘാടനം ചെയ്തിട്ടില്ല. ദൈവം തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് പ്ലാൻ ചെയ്ത് ആ വലിയ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തത് കാലിക്കൂട്ടിലാണ്. അതിലൂടെ ലോകത്തിലേക്ക് വന്നത് നിസ്സഹായനായ യേശു എന്ന ശിശുവാണ്. എങ്ങനെയാണോ ഇത്രയും വലിയ പ്രോജക്റ്റ് കൊണ്ടു നടക്കുന്നത്? നമുക്കെല്ലാം അത്ഭുതമാണ്.
കടുക് മണിയോട് സദൃശം ഈ ആരംഭം. എത്രയും ചെറിയ ആരംഭം. എന്നാൽ ഇന്ന് 121 കൺവെൻഷൻ നടക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഒന്നിച്ച് കൂടിയിരിക്കുന്നു. അവൻ്റെ നാമത്തിൽ നാം തലകളെ വണക്കും. ഗ്രേറ്റ്നെസ് ക്യാൻ അഫോർഡ് ടു ബി ഇഗ്നോർഡ്. എത്രയോ പ്രാവശ്യം ജഡ്ജസ്, രാജാക്കന്മാർ യേശുവിനെ തരം താഴ്ത്തി പരിഹസിച്ച വിടും. നമ്മുടെ ജീവിതത്തിൽ ഔന്നത്യമില്ലാതെ ഏതെല്ലാം വഴക്കുകൾക്ക് നമ്മൾ ഹേതുക്കളായി കാരണക്കാരായിത്തീരും. ജീവിതത്തിലെ മാറ്റം കർത്താവിൽ കൂടെ സാധിക്കും. പ്രാർത്ഥനാ മനുഷ്യരായ ഈ പ്രവാചകന്മാർ അവരുടെ പ്രാർത്ഥനയാൽ സാധിച്ചത് കണ്ട് ജനങ്ങൾ ആർത്ത് ഉല്ലസിച്ച കാര്യങ്ങൾ നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണാം. നമ്മുടെ ജീവിതത്തിൽ എന്താ സ്ഥാനമാണ് ഇതിനൊക്കെ ഉള്ളത്? എവിടെയെങ്കിലും നമുക്ക് സ്ഥാനം കിട്ടി അവിടെ ഇങ്ങനെ വിലസിയില്ലെങ്കിൽ നമ്മളെ ആരെയും ആ കാര്യത്തിൽ കിട്ടത്തില്ല. ആ സ്ഥലത്തോട് ആ ആളിനെ കാണാൻ പിന്നെ പ്രയാസമാണ്. ആ സ്ഥലത്ത് ഇതിൽ നിന്ന് നമുക്കൊരു മാറ്റം എന്നുണ്ടാകും. നമ്മളറിയാതെ നമുക്ക് വേണ്ടിയും ലോകത്തിനു വേണ്ടിയും ലോകക്കാർ തന്നെ ആരും അറിയാതെ എത്രയോ ആളുകൾ ഈ ലോകത്ത് പണിയെടുക്കുന്നത് കൊണ്ടാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതവും സാധ്യമായി തീരുന്നത്. ഇതാ ഉടമസ്ഥൻ മേൽനോട്ടക്കാരനാണെങ്കിലും പിന്നാലെ ഉഴവുകാരുടെ കൂടെ കൂടുന്നതായിട്ടുള്ള എലിശയുടെ മേലാണ് ഏലിയാവിൻ്റെ അങ്കി വീഴുന്നത്. ചോദിച്ചതിലും ഞാൻ നനച്ചതിലും എത്ര അതിശയമായി നടത്തി. എന്റെ വേദനയിലും എൻ കണ്ണീരിലും എത്ര വിശ്വസ്തനായി എന്നെ കരുതി. എന്റെ